എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. പുലരിയിൽ പെയ്തിറങ്ങിയ മഴയ്ക്ക് ശേഷം മൺവഴിയിലൂടെ സഞ്ചരിക്കുന്ന പഥികൻ്റെ കാൽപ്പാറത്തിനേൽക്കുന്ന നനവാർന്ന കുളിർമയുണർത്തുന്ന ഒരു യാത്ര പോലെ പലപ്പോഴും വീട്ടിലേക്കുള്ള നമ്മുടെ യാത്രകൾ ഈ ഒരു ഫ്രഷ് അനുഭവം നമുക്ക് തരുന്നുണ്ട്. ഓരോ യാത്രയും, വീട്ടിലേക്കുള്ള ഓരോ യാത്രയും നമ്മെ സന്തോഷിപ്പിക്കും. അത് നമുക്ക് ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ, സ്വപ്നങ്ങളുടെ ഒക്കെ ഒത്തിരി അനുഭവങ്ങൾ സമ്മാനിക്കുന്ന യാത്രകളാണ്. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് വിനായക് നിർമ്മൽ എഴുതിയ വീട് എന്ന പുസ്തകമാണ്. വീടിനെക്കുറിച്ചുള്ള ചിന്തകളാൽ സമൃദ്ധമാണ് ഈ പുസ്തകം. മീഡിയ ഹൗസാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ 14 അധ്യായങ്ങളിലൂടെ, വീടിനെക്കുറിച്ചുള്ള 14 അധ്യായങ്ങളിലൂടെ നമ്മുടെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകളും അല്ലെങ്കിൽ നമ്മിൽ ഇനിയും ഉണരേണ്ട നല്ല സ്മരണകളും അദ്ദേഹം നമുക്ക് മുമ്പിൽ നിരത്തുകയാണ്. വീണ്ടും വീണ്ടും നമുക്ക് കയറി ചെല്ലാൻ തോന്നുന്ന ഇടങ്ങളാണ് വീടുകൾ. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, തോന്നുക മാത്രമല്ല, വരാതിരിക്കാൻ കഴിയാത്ത വിധം നമ്മെ അത്രമേൽ സ്വാധീനിക്കുന്നവ കൂടിയാണ് അവ. വീടുകൾ നമ്മെ കൊതിപ്പിക്കുന്നത് അത് നമുക്ക് സ്നേഹവും സുരക്ഷിതത്വവും സ്വന്തമെന്ന തോന്നലും നൽകുന്നത് കൊണ്ടാണ്. നമുക്ക് മീതെ അത് വലിയൊരു പന്തൽ തീർക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെയൊക്കെ വലിയൊരു പന്തൽ. സ്വന്തം വീടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ അതിഥികളായി കയറി ചെല്ലുന്ന വീടുകളും നമ്മെ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടേയിരിക്കും, മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. വരൂ വരൂ, ഇതിലേ വരൂ, വീണ്ടും വരൂ, ഞാൻ നിന്നെ സ്വീകരിക്കാം, സൽക്കരിക്കാം. വീടുകൾ നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിനക്ക് സുരക്ഷിതത്വം തരാം, ഞാൻ നിനക്ക് സന്തോഷം തരാം, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരാം, അങ്ങനെ നിനക്ക് ജീവിക്കാനുള്ള ഇടം ഞാൻ തരാം. വീടുകളുടെ ആ വിളി കേൾക്കാതിരിക്കാൻ പലർക്കുമാവില്ല. അതുകൊണ്ട് ആ വിളിക്ക് കീഴ്പ്പെട്ട് നമ്മൾ അത്തരം വീടുകളിലേക്ക് കയറി ചെല്ലും. അതിഥികളായല്ല, അവിടുത്തെ അംഗങ്ങളായിട്ട് തന്നെ. അവിടെ നമുക്കൊരിക്കലും അപരിചിതത്വം തോന്നിക്കുകയില്ല. എന്നാൽ എല്ലാ വീടുകളും നമ്മെ ഇങ്ങനെ ക്ഷണിക്കുന്നില്ല. എല്ലാ വീടുകളും നമ്മെ ഇങ്ങനെ കൊതിപ്പിക്കുന്നില്ല. മനസ്സുകളുടെ വലിപ്പമാണ് വീടുകളുടെ വലിപ്പം. മനസ്സിൻ്റെ സ്നേഹമാണത്. വീട് പഠിപ്പിച്ച പാഠങ്ങൾ നിരവധിയാണ് ഓരോരുത്തരെയും. ഞാൻ പഠിച്ചതെല്ലാം വീട്ടിൽ നിന്നാണ്, വീടിനെ നോക്കിയാണ്. ചില സംഭവങ്ങൾ എഴുതിയത്, വായിച്ചിട്ട് ചിലതൊക്കെ എന്നോട് അത്ഭുതപ്പെടുത്തിയതുമൊക്കെ വീട്ടിൽ നിന്നുമാണ്. ഇതൊക്കെ എങ്ങനെ എഴുതാൻ കഴിയുന്നു? ശരിക്കും മനഃശാസ്ത്രമാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത് എന്നല്ല. അതിനൊന്നേ മറുപടിയുള്ളൂ. വീടായിരുന്നു എൻ്റെ ഒരേ ഒരു സർവകലാശാല. വീടായിരുന്നു എൻ്റെ ഒരേ ഒരു പാഠപുസ്തകം. വീട് വിട്ട് ഞാൻ എവിടേക്കും പോയിട്ടില്ല. മുമ്പൊരിക്കൽ എവിടെയോ എഴുതിയതുപോലെ, എനിക്കെന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെനിക്ക് എൻ്റെ വീട് നൽകിയതാണ്. ഇപ്രകാരം എഴുത്തുകാരൻ്റെ വീടുകളെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകളാണ് വീടെന്ന ഈ പുസ്തകത്തിലുടനീളം നാം വായിച്ചെടുക്കുന്നത്. വീട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ സമൃദ്ധിയുണ്ട്. അത് ജ്ഞാനത്തിൻ്റേതായാലും അനുഭവങ്ങളുടേതായാലും സ്വപ്നത്തിൻ്റേതായാലും. ആ അനുഭവങ്ങളുടെയും ജ്ഞാനത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നാം വീടിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വീടിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ? ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്കതിനൊരു ഇടം ഒരുങ്ങുകയാണ്. വീടിനെക്കുറിച്ച് ചിന്തിക്കാനും വീടിനെക്കുറിച്ച് ധ്യാനിക്കാനും. എഴുത്തുകാരൻ വീടുകളെക്കുറിച്ച് പറയുകയാണ്. എല്ലാവരെയും ഏതവസ്ഥയിലും പൊതിഞ്ഞു പിടിക്കുന്ന അഭയകേന്ദ്രമാണ് വീട്. എന്നിട്ടും മുറ്റത്തെ ചെടികളെ തൊട്ടു തലോടിയും അതിൽ വന്നിരിക്കുന്ന ചിത്രശലഭത്തെ പിടികൂടാൻ ശ്രമിച്ചും പന്ത് കളിച്ചും ഒളിച്ചേ കണ്ടേ കളിച്ചും ഒക്കെ ജീവിക്കേണ്ട കുരുന്നുകൾക്ക് ഒപ്പം സ്നേഹവും വാത്സല്യവും പരിഗണനയും പോഷകങ്ങളും നൽകി അവർക്ക് ആൽമരങ്ങളാകേണ്ട വീടുകളെങ്ങനെ നരകമായി തീർന്നു? ഒരു ചോദ്യമാണ്. സ്നേഹത്തിൻ്റെ ഒരു വളപ്പൊട്ടു, പ്രതീക്ഷയുടെ മയിൽപ്പീലിയും കരുതലിൻ്റെ മഞ്ചാടിക്കുരുവും നൽകാതെ കയ്പും ചവർപ്പും ദ്രോഹവും മാത്രം ഇവർക്കെന്തുകൊണ്ട് വീടുകൾ കൈമാറി? അയൽ വീടുകളിൽ നിന്നല്ല, സ്വന്തം വീടുകളിൽ നിന്നുയരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേവിൻ്റെ മണം പിടിച്ച് വായിൽ
കൊതിയൂറി നിൽക്കുന്ന ഈ കുരുന്നുകളെ ഞാൻ സങ്കല്പിച്ചു പോകുന്നു. അവരുടെ കൺമുമ്പിൽ വെച്ച് അവർക്ക് കൊടുക്കാതെ കഴിക്കാൻ സന്നദ്ധമാകുന്ന ക്രൂരത. ക്രൂരത എന്ന വാക്ക് തന്നെയാണോ ഉപയോഗിക്കേണ്ടത്? സത്യത്തിൽ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ വീടുകൾ എന്താണ് നമ്മുടെ കുരുന്നുകൾക്ക് കൈമാറേണ്ടത്? ആൽമരങ്ങളായി നിൽക്കണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. പ്രതീക്ഷയുടെയും സ്വപ്നത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒക്കെ ആൽമരങ്ങളായി വീടുകൾ ഇന്ന് നിൽക്കുന്നുണ്ടോ? നമ്മോടുള്ള ചോദ്യമാണ്. വീടെന്നാൽ സ്നേഹമാണെന്നും അഭയമാണെന്നും ഇതുപോലെയുള്ള കുട്ടികൾക്ക് എന്നെങ്കിലും വിശ്വാസമുണ്ടാവുമോ? ഇല്ല. നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ വീടുകൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ഓർത്തെടുക്കേണ്ടതാണ്. അന്യൻ നരകമാണെന്ന് സാർത്തർ എഴുതിയിട്ടുണ്ട്. വീടിനുള്ളവരെ അന്യരായി കാണാൻ തുടങ്ങുമ്പോൾ വീട് നരകമാണെന്ന് തിരുത്തി എഴുതേണ്ടി വരുന്നു. ഇപ്രകാരം വീടുകളെക്കുറിച്ചുള്ള ചില നല്ല ഓർമ്മകൾ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലൂടെ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ നിരത്തുകയാണ്. വീട് സ്വർഗം തന്നെയാണ്, പക്ഷേ വീട് ഇന്ന് നരകമാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വീടിനെ സംബന്ധിക്കുന്നതെന്തും കൂടുതലായി ബാധിക്കുന്നതും ആരെയാണ്? അത് കുട്ടികളെയാണ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. എഴുത്തുകാരനൊരു അനുഭവത്തിലൂടെ അത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കുകയാണ്. അടുത്തിടെ ഞാനും ഭാര്യയും തമ്മിലൊരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ കശപിശയുണ്ടായി. രണ്ടുപേരും ജോലി കഴിഞ്ഞ് മടുത്തു വന്നതിൻ്റെയും രോഗത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലം അതിനുണ്ടായിരുന്നു. അതിനിടയിൽ ഭാര്യ പറഞ്ഞു, ഇത്തിരി സ്വൈര്യം തരാമോ എനിക്ക്? ആ പ്രതികരണം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ സ്വൈര്യം കിട്ടുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ പൊയ്ക്കോ. ഞാൻ പോകുക എന്നും പറഞ്ഞ് ഭാര്യയും തിരിച്ചു പറഞ്ഞു. മകൻ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് കുഞ്ഞ് അവൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ പോകണ്ടമ്മേ. അത് 2 തവണ അവൻ ആവർത്തിക്കുകയും പിന്നെ ഉയർന്നു കേട്ടത് ചങ്കുപൊടിയുന്ന അവൻ്റെ കരച്ചിലുമായിരുന്നു. അതിനിടയിലും അവൻ പറഞ്ഞു, അമ്മ പോകണ്ട കേട്ടോ. ഞങ്ങൾ ഇരുവരും കൂടി ഓടിച്ചെന്ന് അവനെ വാരിയെടുത്തു. വീട് എന്താകേണ്ടതാണ്? സുരക്ഷിതത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട ഇടമായി മാറുമ്പോഴാണ് വീട് സ്വർഗമായി മാറേണ്ടത്. ഇപ്രകാരം നാം ധ്യാനിച്ചിട്ടില്ലാത്ത ഒരു ഇടം തന്നെയാണ് വീട്. നാം ഇനി കൂടുതലായും ധ്യാനിക്കേണ്ടത് വീടിനെക്കുറിച്ചാണ്. കാരണം നമ്മുടെ പുതിയ തലമുറ പിച്ച വെച്ച് തുടങ്ങുന്നത് ഈ ഇടത്താണ്, ഈ വീട്ടിലാണ്. ഇന്നത്തെ വീടുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. പുറം മനോഹരമാണ്, അകമത്ര നിറമില്ലാത്തതുമാണ്. വീടെന്ന ഈ പുസ്തകത്തിലെ ഒരു അധ്യായത്തിൻ്റെ പേര് നിറം മങ്ങുന്ന വീടുകൾ എന്ന പേരിലാണ്. വീടിന് ഒരു രഹസ്യഭാവമുണ്ട്. എല്ലാ വാതിലുകളും ചേർത്തടച്ച ഒരു പെട്ടകമാണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വീടിന് വെളിയിൽ എന്നതിനേക്കാൾ വീടിനുള്ളിൽ വച്ചാണ് പല അസന്മാർഗികതകളും അരങ്ങേറുന്നത്. കാരണം വീട് എൻ്റെ പ്രപഞ്ചമാണ്, എൻ്റെ ആവാസ വ്യവസ്ഥയാണ്. പുറത്തുനിന്നുള്ള ഒരു ബാഹ്യശക്തിയും അവിടത്തേക്ക് അതിക്രമിച്ച് കടക്കുന്നുമില്ല. ഉള്ളിലുള്ളതാണ് പലപ്പോഴും വീടിനെ വീടാക്കുന്നത്. ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ, ഉള്ളിൽ നന്മകളുടെ സമൃദ്ധി ഉണ്ടെങ്കിൽ വീട് കൊടുക്കുന്നതും ഈ സ്വർഗമായിരിക്കും. പക്ഷേ വീടിനോളം വഴിതെറ്റാവുന്ന മറ്റൊരിടവും ഈ ഭൂമിയിലുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴിച്ചു പോയ ഇടങ്ങൾ പലപ്പോഴും വീടുകൾ തന്നെയല്ലേ? ഹൃദയം നുറുങ്ങുന്ന ചില അനുഭവങ്ങൾ തന്നെ മറ്റുള്ളവർ പങ്കുവച്ചതായി ഓർമ്മയിലുണ്ട്. മാതാപിതാക്കളുടെ പക്ഷാഭേദം മൂലം ജീവിതത്തിൽ തിക്തതയും അപകർഷതാബോധവും അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നവർ മുതൽ പല തിന്മകളും ഉരുത്തിരിഞ്ഞു വരുന്നതെല്ലാം എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. അപ്പോൾ എവിടമാണ് ആദ്യം സ്വർഗമാകേണ്ടത്? വീടാണ്. അതെ, ഒരേ സമയം വീടിനോളം വിശുദ്ധവും അവിശുദ്ധവുമായ മറ്റൊരിടവും ഈ ഭൂമിയിലില്ല. ഒരേ സമയം വീട് നമ്മെ ആശ്ലേഷിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം വീട് നമ്മെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നുണ്ട്. വീട് ഏറ്റവും വലിയ നിഗൂഢതയുടെ മറ്റൊരു പേരാകുന്നു വീട്. എപ്പോഴാണ് അതിന് നിറം മാറുന്നതെന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയാണ് അതിൻ്റെ നിറം മങ്ങുന്നതെന്നും നമുക്കറിയില്ല. എവിടെയാണ് അതിന് മാറ്റമുണ്ടാകുന്നതെന്നും നമുക്കറിയില്ല. വീടിനു വേണ്ടി പ്രാർത്ഥിക്കുക. ആഡംബര വീടുകൾ പണിതുയർത്താനല്ല, പാറപ്പുറത്ത് വീട് പണിയാൻ കഴിയുന്ന വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാറ്റടിച്ചാലും
മഴ പെയ്താലും തകർന്നു വീഴാത്ത, ആരെയും പരിക്കേൽപ്പിക്കാത്ത വീടിനു വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു കുടുംബ പ്രാർത്ഥനകളൊക്കെ ഏറ്റവും കൂടുതൽ സജീവമാകേണ്ടതും അല്ലെങ്കിൽ ശക്തമാകേണ്ടതും ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ ആത്മീയത തുടങ്ങുന്നത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. വീട് കൂടുതൽ ദൃഢമാകുമ്പോൾ, വീട്ടിലെ അംഗങ്ങൾ കൂടുതൽ വിശുദ്ധിയുള്ളവരായി മാറുമ്പോൾ സമൂഹവും നാം ആയിരിക്കുന്ന എല്ലായിടവും വിശുദ്ധവുമായി മാറുകയാണ്. ആ ഒരിടം സമ്മാനിക്കുന്നത് വീടാണ്. വീട് നമുക്ക് മനോഹരമാക്കാം. വീടിൻ്റെ അടിത്തറ നമുക്ക് നന്നായി പണിയാം. കാലാകാലങ്ങളായി നമ്മുടെ ഇടയിൽ മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സങ്കല്പമാണ് വീട്. വീടെന്ന സങ്കല്പം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ ആ സങ്കല്പമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ എപ്പോഴാണ് ഒരു വീട് വീടായി മാറുന്നത്? വീട്ടിൽ കുടുംബം നിഴലിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കുടുംബമുണ്ടാകുമ്പോഴാണ് വീട് വീടായി മാറുന്നത്. എഴുത്തുകാരൻ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് മനോഹരമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ സംസ്കാരചിത്തനും സമ്പന്നനും വിവരമുള്ളവനുമാകുന്നതനുസരിച്ചാണ് അവൻ്റെ വീടിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മാറിമറിഞ്ഞതും രൂപപ്പെട്ടതും. സൃഷ്ടിയുടെ ആരംഭത്തിൽ വീടല്ലായിരുന്നു, കുടുംബമായിരുന്നു ആദ്യം ഉണ്ടായത്. കുടുംബമുണ്ടായതിന് ശേഷമാണ് വീടുണ്ടായത്. പുരുഷൻ, സ്ത്രീ, മക്കൾ, അങ്ങനെ ലോകത്തിൻ്റെ ക്രമം അങ്ങനെയായിരുന്നു. പിന്നെ ആ വ്യവസ്ഥ ബാഹ്യകാരണങ്ങളാൽ അത്രമേൽ സുരക്ഷിതമല്ലെന്ന് തോന്നിയതിനാൽ ബാഹ്യശക്തികളിൽ നിന്ന് രക്ഷ നേടാൻ അവൻ തലയ്ക്കുമീതെ ഒരു മേൽക്കൂര തീർത്തു. തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗമെന്ന നിലയിൽ. ആദ്യം ആരാണുണ്ടായത്? ആദ്യം കുടുംബമാണുണ്ടായത്. അതിനുശേഷം സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് അവൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു മേൽക്കൂര പണിതത്. അതാണ് പിന്നീട് വീടായി രൂപപ്പെടുന്നത്. പക്ഷേ ഇന്നാവട്ടെ വീടുണ്ടായതിനു ശേഷം കുടുംബമുണ്ടാക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇന്ന് എന്താണ് പ്രധാനം? ഇന്ന് വീടാണ് പ്രധാനം, കുടുംബമല്ല. വീട് മനുഷ്യൻ എങ്ങനെ ആവശ്യമാകുന്നുവെന്ന് പ്രൈമറി ക്ലാസ്സുകളിൽ നാം കാണാതെ പഠിച്ച ഉത്തരങ്ങൾ മാറ്റി എഴുതേണ്ടി വരുന്നു. കുടുംബം വൈകാരിക ഭാവമാണെങ്കിൽ വീട് അഭിമാന ഭാവമായി മാറുകയാണ്. സമൂഹത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള എളുപ്പ വഴിയായി ഇത് മാറുകയാണ്. ഇന്നെല്ലാവരുടെയും ആഗ്രഹം സ്വന്തമായ ഒരു വീടാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ സ്വപ്നങ്ങളിലൊന്ന് അയൽക്കാരനെ അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വീട് പണിയുക, ഒരു മുറി പങ്കിട്ട് ജീവിക്കുക, ഒരു വീട്ടിൽ മറ്റ് കൂടപ്പിറപ്പുകളുമൊത്ത് ജീവിക്കുക. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ചിന്തിക്കാൻ പോലുമാവില്ല. പണ്ട് കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയോർത്ത് ഇപ്പോൾ അത്ഭുതം തോന്നുന്നു. എത്ര കുടുംബങ്ങളാണ് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ അന്ന് ജീവിച്ചിരുന്നത്? അതൊരു ബലമായിരുന്നില്ലേ? പുറത്തുനിന്നുള്ള ബാഹ്യശക്തിയുടെ ഇടപെടലുകൾക്കെതിരെ ഒറ്റയ്ക്ക് നിൽക്കാനും അതിനെ നേരിടാനുമുള്ള കരുത്ത് ആ കുടുംബങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഐക്യമത്യം മഹാബലം എന്നും ഒരുമയുണ്ടേൽ ഉലക്കയിൽ കിടക്കാമെന്നുമൊക്കെയുള്ള ചൊല്ലുകൾ രൂപപ്പെട്ടിരുന്നത് അത്തരം പശ്ചാത്തലങ്ങളിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് വീടിലുള്ള അംഗങ്ങളുടെ എണ്ണം കുറയുന്നു, അതനുസരിച്ച് വീടിൻ്റെ ബലവും കുറയുകയാണ്. അപ്പോൾ എഴുത്തുകാരൻ നമ്മോട് പറയുകയാണ്, എപ്പോഴാണ് വീട് വീടാകുന്നത്? അതിൽ കുടുംബമുണ്ടാകുമ്പോൾ മാത്രമാണ് വീട് വീടാകുന്നത്. എങ്ങനെയാണ് വീടുണ്ടാകുന്നത്? കുടുംബമുണ്ടായതിന് ശേഷമാണ് വീടുണ്ടാക്കേണ്ടത്. അല്ലാതെ വീടുണ്ടാക്കിയതിന് ശേഷമല്ല കുടുംബമുണ്ടാക്കാനുള്ള നമ്മുടെ തത്രപ്പാടുകൾ തുടങ്ങേണ്ടത്. ഇന്ന് നമ്മുടെയെല്ലാം വീടുകൾ വളരെ വലുതാണ്. എന്നാൽ ആ വലുപ്പത്തിനനുസരിച്ച് നമ്മുടെ മനസ്സുകൾക്ക് വലിപ്പം സംഭവിച്ചിട്ടില്ല. വലിപ്പമുള്ള വീടുകളല്ല, വലിപ്പമുള്ള മനസ്സുള്ള ആളുകൾ താമസിക്കുന്ന വീടുകളാണ് നമുക്കാവശ്യം. വലിപ്പമുള്ള വീടുകളല്ല, വലിപ്പമുള്ള മനസ്സുകൾ താമസിക്കുന്ന വീടുകളാണ് നമുക്കിന്ന് ആവശ്യം. വലിയ വീടുകളേക്കാൾ നമുക്കാവശ്യം സ്വസ്ഥതയുള്ള വീടുകളാണ്, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന വീടുകളാണ്. വീടുകൾ ചിലപ്പോൾ നമ്മെ കബളിപ്പിച്ച് കളയും. വലിയ വീട് കാണുമ്പോൾ നാം കരുതും അവർ സാമ്പത്തികമായി വലിയ നിലയിലാണെന്ന്, അവയിൽ നിന്ന് നല്ല രീതിയിൽ ചില സാമ്പത്തിക സഹായം കിട്ടുമെന്നുമൊക്കെ. പക്ഷേ ചെറിയ വീടുകളിലെ ദാരിദ്ര്യം പോലെ തന്നെ വലിയ വീടുകൾക്കും അതിൻ്റേതായ ഞെരുക്കങ്ങളുണ്ട്. സാധാരണക്കാരൻ 1 ലക്ഷത്തിൻ്റെ കടബാധ്യതയോർത്താണ് ഉറക്കം കളയുന്നതെങ്കിൽ വലിയ വീട്ടുകാരൻ 1 കോടി ഓർത്ത് ഉറക്കമൊഴിക്കുന്നു. അത്രയുണ്ട് വ്യത്യാസം.
വള്ളത്തോൾ അക്കാര്യം എത്രയോ മുമ്പ് പറഞ്ഞു വച്ചു. കൊട്ടാരം ചിന്തയാൽ ഉറക്കം കളയുമ്പോൾ കൊച്ചുകുടിലാണ് ഉറക്കം തരുന്നത് എന്ന്. വീടുകളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട സമയമായി. വീടെന്ന ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരൻ നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. വലിയ വീടുണ്ടാകുന്നത് പോലെ തന്നെ വലിയ മനസ്സുകൾക്ക് ഉടമകളാകുമ്പോഴാണ് നാം ആ വലിയ വീട്ടിലെ നല്ല അംഗങ്ങളായി മാറുന്നത്. വലിയ വീടുകൾ പോലെ നമ്മുടെ മനസ്സുകളും വലുതാകട്ടെ, അല്ലെങ്കിൽ മനസ്സുകളും മറ്റു പലരെയും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അത്രമാത്രം വിശാലമായി മാറട്ടെ. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, എൻ്റെ വീട് സ്വർഗമാണ്, എൻ്റെ വീട്ടിൽ കൂടുതൽ അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധം അത്രമാത്രം വിശാലമാണ് എന്ന്. വീടെന്ന ഈ പുസ്തകത്തിൽ മനോഹരമായ മറ്റൊരു അധ്യായമാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. വീടിനെ പ്രകാശിപ്പിക്കാൻ ഓരോരുത്തർക്കും കടമയുണ്ട്. കയ്യിലുള്ള വെളിച്ചം നാം പകരണമെന്ന് മാത്രം. വീടിൻ്റെ വെളിച്ചം എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഒരാൾക്ക് മാത്രമായി അതിൽ കൂടുതൽ കടമയില്ല. പക്ഷെ ഒരാൾ വിചാരിച്ചാൽ മറ്റുള്ളവരുടെയും വെളിച്ചമണച്ച് വീടിനെ ഇരുട്ടിലാഴ്ത്താൻ കഴിയുമെന്ന് മറക്കരുത്. കാരണം എന്തുമായിക്കൊള്ളട്ടെ, വീടും അടുപ്പിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതം ഇരുണ്ടുപോകും. നമ്മുടെ വ്യക്തിത്വം തന്നെ വികലമായി പോകും. എത്രയോ ഉദാഹരണങ്ങളുണ്ട് നമുക്ക് മുമ്പിൽ. ഇന്നലെ വരെ കൃത്യസമയത്ത് വീടണയാറുണ്ടായിരുന്ന നിങ്ങളുടെ പുരുഷൻ ഇപ്പോൾ നേരം തെറ്റിയാണോ എത്തിച്ചേരുന്നത്? എങ്കിൽ നിങ്ങൾ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. എവിടെയോ എന്തോ സംഭവിച്ചിരിക്കുന്നു, അത് കണ്ടുപിടിക്കുക. കാരണം നമുക്ക് എത്തിച്ചേരാനുള്ളത് നമ്മുടെ വീടുകളിലേക്കാണ്. അതാണ് നമ്മുടെ അന്തിമ സ്ഥാനം. ഇടത്താവളങ്ങളിൽ കുടുങ്ങി ലക്ഷ്യസ്ഥാനം മറന്നു പോകുന്ന യാത്രികരാകരുത് നാം. അതോടൊപ്പം നമുക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകാനും ഈ വീടുകൾക്ക് കഴിയണം. ആരുടെയും സമാധാനം തകർക്കാതെ നോക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ടെന്ന് മറക്കരുത്. അപ്പോൾ തീർച്ചയായും വീടുകളിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു സുരക്ഷിതത്വം, ഒരു സമാധാനം, ഒരു സന്തോഷം, സ്നേഹം ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ, പ്രതീക്ഷയുടെയൊക്കെ ഒരു ഇടമായി മാറുകയാണ്. പക്ഷേ അങ്ങനെ നമുക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നാം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ ഇടത്ത്, ഈ വീട്ടിൽ എന്നെ സന്തോഷിപ്പിക്കാത്ത, എനിക്ക് പ്രതീക്ഷകൾ നൽകാത്ത, എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാത്ത എന്തോ ഒന്നുണ്ട് എന്നുള്ളത്. ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് വീടിനെ സ്വന്തമാക്കുമ്പോഴാണ് പ്രതീക്ഷയുള്ളവരായി നാം മാറുക. 7-ാമത്തെ അധ്യായത്തിൻ്റെ പേര് വീടിനോടുള്ള നന്ദികൾ എന്ന പേരിലാണ്. ഹൃദയത്തിൻ്റെ നന്മയാണ് നന്ദി. ഹൃദയത്തിലെ തിന്മയാണ് നന്ദികേട്. ദൈവം മുഖവിലക്കെടുക്കുന്നതായ പാപങ്ങളിലൊന്ന് നന്ദികേട് കൂടിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടുന്ന് പലപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തിയ കുഷ്ഠരോഗികളിൽ ഒരുവനോട് ബാക്കി 9 പേരെവിടെയെന്ന് അവൻ ചോദിക്കുകയല്ലോ. ദൈവത്തിന് മാനുഷിക ഭാവമുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ദൈവിക ഭാവത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മനസ്സിൽ സൂക്ഷിക്കുന്ന നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾക്ക് കിട്ടിയ വിജയങ്ങളിലും നേട്ടങ്ങളിലും ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ തന്നെ അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ തരുന്നുണ്ട്. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ തെളിച്ചമാണ് നന്ദി മനസ്സിൽ സൂക്ഷിക്കുന്നത്. നന്ദിയില്ലാത്ത മനുഷ്യരെ ഈ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെടേണ്ടവരുടെ പട്ടികയിലാണ് ചേർക്കേണ്ടത്. എത്ര വൈരൂപ്യം നിറഞ്ഞതായിരിക്കണം അവരുടെ മനസ്സ്. എന്താണ് ഈ നന്ദി എന്ന വിഷയവുമായി വീടിനുള്ള ബന്ധം? എപ്രകാരമാണ് നാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്? അത് വീടുമായി എഴുത്തുകാരൻ വളരെ മനോഹരമായി ചേർത്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട് തന്നെ ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ വളർച്ചകൾക്ക് പിന്നിൽ വീടുമായി ബന്ധപ്പെട്ട് എത്രയോ നന്ദികൾ സൂക്ഷിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് തുടങ്ങുന്ന ഒരു ചലച്ചിത്ര ഗാനമുണ്ട്. ഭൂമിയിൽ പിറന്നു വീഴാൻ അവസരമൊരുക്കിയ ഗർഭപാത്രത്തിനോ ശുഭമുഹൂർത്തത്തിനോ എന്നെല്ലാം ആ ചിന്തകൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഗർഭപാത്രത്തിൽ പിറവിയെടുക്കുന്നത് മുതൽ അവസാനമായി കൺപോളകൾ തിരുമിയടച്ച് മരണത്തിന് മുദ്ര വയ്ക്കുന്ന ഏതോ ഒരു വ്യക്തി വരെ എത്രയോ പേരുടെ സഹായങ്ങളാണ് നാം കൈപ്പറ്റുന്നത്. അവരോടെല്ലാമുള്ള നന്ദി നമുക്ക് എന്നെങ്കിലും പറഞ്ഞു തീർക്കാനാവുമോ? ഈ നന്ദി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്
എല്ലാവരിലേക്കും ഈ നന്ദി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ശിശുവായിരുന്നപ്പോൾ അമ്മ നമ്മെ ലാളിച്ചു, സ്നേഹിച്ചു, കുളിപ്പിച്ചു, ഭക്ഷണം വരുത്തുന്നു, പാട്ടുപാടി ഉറക്കി. പിന്നെ പ്രായം മുതിരുന്നതിനനുസരിച്ച് അമ്മ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഉപകാരിയും സഹായിയുമൊക്കെയായി മാറി. അച്ഛനും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എത്രയോ ഓർമ്മകൾ നന്ദിയായി വീടിനെക്കുറിച്ച് മനസ്സിൽ പൂ പോലെ വിടരുന്നുണ്ട്. വീട് പഠിപ്പിച്ച പാഠങ്ങളും വീട്ടിൽ നിന്നുള്ള പാഠങ്ങളുമാണ് ഒരാളുടെ നന്ദിയുടെ ഉറവിടം. മനോഹരമായ വരികളാണ്. വീട് പഠിപ്പിച്ച പാഠങ്ങളും വീട്ടിൽ നിന്നുള്ള പാഠങ്ങളുമാണ് ഒരാളുടെ നന്ദിയുടെ ഉറവിടം. അതെ, വീടിനോളം നന്ദി നാം മറ്റൊന്നിനോടും കൈക്കൊണ്ടിട്ടില്ല. എന്നിട്ടും വീടിനോളം നന്ദികേട് നാം മറ്റൊന്നിനോടും കാണിച്ചിട്ടുമില്ല. വീട് മാറുമ്പോൾ വാടക വീട്ടുകാർ നാടോടികളാണ്. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്, ഒരിടത്തും വേരുറയ്ക്കാത്തവർ, ഒരിടത്തെ സ്നേഹിച്ച് പ്രേമിച്ച് സ്വന്തമായി പരിഗണിച്ച് കൊണ്ടുവന്നിട്ടും ഒരു നാൾ എല്ലാം വിട്ടെറിഞ്ഞു പോരേണ്ടി വരുന്നവർ. അവർക്ക് വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. വാടക വീടുകൾ മാറി മാറി താമസിക്കുന്നവർ എത്രയെത്ര സംസ്കാരങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. കാരണം ഓരോ ദേശവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വിവിധ സംസ്കാരങ്ങളുടെ സമന്വയമാണ് ഓരോ വാടക വീട്ടുകാരനും ഉൾക്കൊള്ളുന്നത്. മനോഹരമായൊരു ചിന്തയാണ് ഇതിലൂടെ എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീട് മാറുമ്പോൾ വാടക വീടുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ആത്മീയ തലം കൂടിയുണ്ട്. നാം ഈ മണ്ണിൽ സ്ഥിരം താമസക്കാരല്ല എന്നാണത്. സ്വന്തമായി ഒന്നിനെയും ഓർത്ത് അഹങ്കരിക്കരുതെന്ന്. കോടികൾ മുടക്കി മണിമാളികകളിൽ ജീവിക്കുന്നവർ ഇടയ്ക്കെങ്കിലും ഈ സത്യം ഓർക്കുന്നത് അവരെ കുറേ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റുമെന്ന് കരുതുന്നു. വീട് മാറുമ്പോൾ എന്ന ഈ അധ്യായം വളരെ മനോഹരമാണ്. വീട് മാറുന്നവരാണ് നമ്മളിൽ പലരും. അല്ലെങ്കിൽ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് ഏറെ. ഈ ഇടം അല്ലെങ്കിൽ നാം താമസിക്കുന്ന ഈ ഇടം ആരുടെയും സ്വന്തമല്ല. നാമൊക്കെ സ്ഥിരം താമസക്കാരല്ല എന്നുള്ള ഒരു ആത്മീയ ചിന്ത തരുന്നുണ്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒന്നിനെയും ഓർത്ത് അഹങ്കരിക്കരുത് എന്നുള്ള ഒരു വലിയ ആത്മീയ ചിന്ത. നാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ലാത്ത, ധ്യാനിച്ചിട്ടില്ലാത്ത ഒരു ഓർമ്മയാണ് വീട് മാറുമ്പോൾ എന്ന ഈ അധ്യായത്തിലൂടെ വിനായക് നിർമ്മൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത അധ്യായത്തിൻ്റെ പേര് നമ്മുടെ വീടുകളിലെ ധൂർത്തപുത്രന്മാരും മൂത്ത പുത്രന്മാരും. എല്ലാ വീടുകളിലും അവരുണ്ട്, പുത്രനും മൂത്ത പുത്രനും. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സാധ്യതകൾ എന്നതിന് പുറമെ വീടുകളുടെ സൃഷ്ടി കൂടിയാണവ. എങ്ങനെയാണ് മൂത്ത പുത്രൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ധൂർത്തപുത്രൻ ഉണ്ടാകുന്നത്? രണ്ടുപേരെയും സൃഷ്ടിക്കുന്നത് വീടുകളാണ്, നമ്മൾ തന്നെയാണ്. വീടൊരു സാധ്യതയാണ്. നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നാം നിൽക്കുന്ന ആ ഇടത്തിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത. ഏതാണ് നാം തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ഈ കാലയളവിൽ എന്താണ് നാം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? പണ്ട് കാലങ്ങളിൽ ഒന്നിലധികം മക്കളുള്ള വീടായിരുന്നു നമ്മുടേത്. ഇന്നാവട്ടെ അത് ഒന്നിലോ രണ്ടിലോ ഒതുങ്ങി. ഭക്ഷണം, വസ്ത്രം പോലെയുള്ളവയ്ക്ക് ആദ്യകാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. ഇന്ന് അവയ്ക്കൊക്കെ നമ്മുടെ വീടുകളിൽ സമൃദ്ധിയാണ്. പകരം ഇല്ലാതെ പോകുന്നത് മറ്റു പലതുമാണ്. അന്നത്തെ മാതാപിതാക്കൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായാണ് ബുദ്ധിമുട്ടിയിട്ടുള്ളതെങ്കിൽ ഇന്നത്തെ മാതാപിതാക്കൾ അതെല്ലാം ഉണ്ടായിട്ടും മക്കളെ നേരാവണ്ണം വളർത്തുന്നതിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രയാസമേറിയ കലയായി പേരൻറ്റിങ് ഇന്ന് മാറിയിട്ടുണ്ട്. കരുതലോടെ, വിവേകത്തോടെ, പ്രാർത്ഥനകളോടെ മക്കളെ വളർത്തുന്നവരായി നാം മാറേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടും. മറക്കരുത്, നമ്മുടെ മക്കളെ നമ്മുടെ മക്കളായി നമ്മൾ വളർത്തരുത്, ദൈവത്തിൻ്റെ മക്കളായി വളർത്തുക. നമ്മൾ വളർത്തുമ്പോൾ അവർക്ക് നമ്മുടെ കുറവുകളുണ്ടാകും, വൈകല്യങ്ങളുണ്ടാവും. പക്ഷേ ദൈവം വളർത്തുമ്പോഴോ? അതിനാൽ ഓരോ ദിവസവും മക്കളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കൾ നല്ലവരായി തീരാൻ മാത്രമല്ല, മക്കൾക്ക് മുമ്പിൽ നല്ല മാതാപിതാക്കളായി നിങ്ങൾ മാറേണ്ടതിനും ശ്രമിക്കേണ്ടിയിരിക്കുന്നു, പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മക്കളെ വളർത്തുന്നത് നമ്മുടെ മക്കളായിട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ മക്കളായി എന്ന് നാം നമ്മുടെ മക്കളെ വളർത്താൻ തുടങ്ങുന്നു, അന്നു തൊട്ടാണ് അവർ ദൈവികമായ പദ്ധതികളുടെ ഭാഗമായി തീരുന്നത്, നമ്മളും നല്ല മാതാപിതാക്കളായി തീരുന്നത്.
വീടെന്ന ഈ പുസ്തകം നമുക്ക് തരുന്ന ഒരു ആത്മീയ തലമുണ്ട്. ഈ പുസ്തകം പറഞ്ഞത് മുഴുവൻ നമ്മുടെ വീടുകളെക്കുറിച്ചും എപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികളിൽ ഊന്നിയൊരു ജീവിതം നയിക്കണമെന്നുമൊക്കെയാണ്. വീടുകൾ എങ്ങനെയാണ് സ്വർഗമാകുന്നതെന്നും വീടുകളിൽ എങ്ങനെയാണ് പ്രതീക്ഷയും സ്വപ്നവുമൊക്കെ നിറയ്ക്കേണ്ടതെന്നുമൊക്കെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിൻ്റെ അവസാനം പറയുന്ന ഒരു ചിന്ത കൂടിയുണ്ട്. അത് നമ്മുടെ അയൽവക്കങ്ങളെക്കുറിച്ചാണ്, അയലത്തുള്ള നമ്മുടെ വീടുകളെക്കുറിച്ച്. ആ വീടുകളിലേക്കും കൂടി നമ്മുടെ മനസ്സും നമ്മുടെ കരുണയും നമ്മുടെ സ്നേഹവുമൊക്കെ മാറേണ്ടിയിരിക്കുന്നതുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടിയാണ് നമ്മുടെ വീടുകൾ കൂടുതൽ പ്രകാശം പരത്തുന്ന ഇടങ്ങളായി മാറുന്നത്. പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മീയരാണെന്നാണ് നമ്മുടെ വയ്പ്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു വചനവും. പക്ഷേ അത്തരമൊരു അയൽക്കാരനെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, ഞാനും അത്തരമൊരു അയൽക്കാരനായിട്ടില്ല എന്ന് സത്യവാങ്മൂലം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മളെന്നാണ് നല്ലൊരു അയൽക്കാരനായി മാറുന്നത്? നമുക്കെന്നാണ് നല്ലൊരു അയൽക്കാരെ കിട്ടുന്നത്? നമ്മുടെ വീടുകൾ സ്വർഗമായി മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇടങ്ങളിൽ നമുക്ക് വിശുദ്ധരായി മാറാം. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രകാശം പരത്തുന്ന ഇടങ്ങളെ കാണാൻ സാധിക്കും, ആൾക്കാരെയും കാണാൻ സാധിക്കും.